എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 1 പാർട്ട് 6 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 65-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം. 66-ാമത്തെ ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 പേർക്ക് ലഭിച്ചു. 3 പേർക്കാണ് 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കെല്ലാമാണെന്ന് നോക്കാം. മൗഗി ജി പവേന്തി, ലൂയിസ് ഈപ്രസ്, അലക്സി ഐ എക്കിമോവ്. മൗഗി ജി പവേന്തി, ലൂയിസ് ഈപ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നീ 3 പേർക്കാണ് 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. 67-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. 68-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മലമ്പനി. മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗമാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിനാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത് ആൽബുമിനാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. 70-ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ സി ആണ് ആൻസർ. EEG. EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. EEGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ്. EEGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നതാണ്. 71-ാമത്തെ ക്വസ്റ്റ്യൻ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ എ ആണ് ആൻസർ. കാർസാപ്പ്. കാർസാപ്പാണ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി. 72-ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റയാണ് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത. 73-ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറിയാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി. 74-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 75-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്ലൂറ. പ്ലൂറയാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയമാണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയമാണ്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റീവ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്തരമാണ് കൺജങ്ക്റ്റീവ. 76-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉം ശരിയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. 77-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ. നിലമ്പൂർ.
നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. 78ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ആസാം. ആസാമാണ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. 80ാമത്തെ ക്വസ്റ്റ്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ സി ആണ് ആൻസർ, നാഗാലാൻഡ്. നാഗാലാൻഡാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ക്വസ്റ്റ്യൻ പേപ്പർ 1ലെ GK ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്